ഹായ് ഡിയർ, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹിയും അതുപോലെ തന്നെ ക്രഷും അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. ക്രഷ് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ പെണ്ണായിട്ട് തന്നെ എൻ്റെ കൺമണിയെ മാത്രം മതി, അവളെ മാത്രമാണ് ഞാൻ വിവാഹം കഴിക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. നിനക്ക് ഈ ഒരു രാത്രി കൊണ്ട് ഇരുട്ടി വെളുപ്പിച്ചപ്പോഴത്തേനും എന്തൊക്കെ ആഗ്രഹങ്ങളാണ് ക്രഷെ തോന്നിയിരിക്കുന്നത്. ഒരു രാത്രി മാത്രമല്ല, ജീവിതത്തിൽ ഒരുപാട് രാത്രികൾ കടന്നു പോകാനുണ്ട്. അപ്പോഴത്തേനും ഇതൊക്കെ മാറി കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് നിനക്ക് അങ്ങനെ തോന്നുന്നതാണ്. ഒരു പെണ്ണും ഒരാണും ഒരു രാത്രി ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് താമസിച്ചിട്ടുണ്ടെങ്കിൽ അത് ശാരീരികമായിട്ട് ഒന്നാവാൻ വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ നോക്കിയിരിക്കും. പക്ഷേ ഞാൻ അങ്ങനെയല്ല. ഞങ്ങൾ ശരീരത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ഞങ്ങൾ മനസ്സുകൊണ്ടാണ് അവിടെ പ്രണയിച്ചു കൊണ്ടിരുന്നത്. അവിടുത്തെ എല്ലാ പ്രകൃതിയും ഞങ്ങൾക്ക് സാക്ഷിയാണെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നീയാണെങ്കിൽ അങ്ങനെ ചെയ്യോ? അതാ പോട്ടെ, എൻ്റെ ആദ്യത്തെ രീതിയിലാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമോ പറയടാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മഹി പറയുന്നുണ്ട്, എടാ സാഗർ സാറും അതുപോലെ സുജാൻറ്റിയൊക്കെ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും, അതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം അവളെ. അതുപോലെ മാനസയുടെ കാര്യത്തിനോ, മനസ്സയും നീയുമായിട്ടുള്ള എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതല്ലേടാ. മാത്രമല്ല അത് അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? നീയല്ലേ പറഞ്ഞത് മാനസയെ വിവാഹ നിശ്ചയം കഴിഞ്ഞാലും ഒഴിവാക്കാം എന്നുള്ളത്. ആ കാര്യം ഞാൻ ഏറ്റു, നീ അതിനെക്കുറിച്ച് ടെൻഷനൊന്നും ആവേണ്ട മഹി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് ഞാൻ ഒരിക്കലും നിൽക്കില്ല ഇനി എന്നൊക്കെ പറയുന്നുണ്ട്. അതുമാത്രമാണോ പിന്നീടുള്ള കാര്യം? ആ വരുണുമായിട്ടുള്ള കൺമണിയുടെ നിശ്ചയം കഴിഞ്ഞിട്ടുണ്ട്, അത് നീ മനസ്സിലാക്കണം എന്ന് പറയുന്നു. വരുണിന് മനുഷ്യനായിട്ട് ആരെങ്കിലും കൂട്ടിയിട്ടുണ്ടടാ മഹി? അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല. എന്തായാലും കൺമണി അത് എനിക്കുള്ളത് തന്നെയാണ്, ഞാൻ അവളെ സ്വന്തമാക്കിയിരിക്കുമെന്നൊക്കെ മഹിയോട് കൃഷ് പറയുന്നുണ്ട്. പിന്നെ അവൾക്ക് തീരെ സുഖമില്ല എന്നാണ് അവിടുന്ന് വന്നപ്പോൾ, നല്ല പനിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവളെ ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൃഷ് കൺമണിയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ കിട്ടുന്നില്ല. അവൾ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ലടാ, അവൾക്ക് വയ്യായിരിക്കും. ഞാൻ എന്തായാലും അവളെ ഒന്ന് കാണാൻ പോട്ടെ. എന്താ കൃഷി ഇപ്പോഴാണോ നീ പോകുന്നത്? അവൾ ഉറങ്ങിയിട്ടുണ്ടാവും എന്ന് പറയുന്നു. അത് സാരമില്ല, ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് കൃഷ് ഓടിപ്പോകുന്നു കേട്ടോ. അപ്പോൾ മഹി പറയുന്നുണ്ട്, കൺമണി ആവാഹിച്ച് കഴിഞ്ഞു, ഇനി രക്ഷയില്ല എന്നൊക്കെ പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ കൺമണിക്ക് നല്ല ക്ഷീണം കാരണം കിടക്കുകയാണ്. അപ്പോൾ ഫോണ് കുറച്ച് സൗണ്ട് കുറച്ചാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ കൃഷി വിളിക്കുമ്പോഴത്തേനും കൺമണി പിന്നെ അറിയുന്നുണ്ട്, എന്നിട്ട് സംസാരിക്കുന്നുണ്ട്. എന്താ കൺമണി നേരത്തെ വിളിച്ചപ്പോൾ നീ എന്താ ഫോൺ എടുക്കാഞ്ഞെന്ന് പറയുന്നു. എനിക്ക് ഒട്ടും വയ്യായിരുന്നു സർ, കാരണം ഞാൻ സൗണ്ട് കുറച്ച് വെച്ചിരിക്കുകയായിരുന്നു ഫോണിൻ്റെ, അതാ കേൾക്കാഞ്ഞത്. എന്താ സർ എന്ന് പറയുന്നു. സർ വീട്ടിലാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വീട്ടിലാണ് കൺമണി, നിൻ്റെ വീടിൻ്റെ മുറ്റത്താണെന്ന് പറയുന്നു. എന്താ സർ ഈ പറയുന്നത്? താനൊന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് വരാവോ? തന്നെ കാണണമെന്ന് എനിക്ക് അത്യാഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വന്നത്. നീ ഒന്ന് വാതിൽ തുറക്കുക കൺമണി എന്ന് പറയുന്നു. അങ്ങനെ കൺമണിക്ക് സന്തോഷമാവുന്നുണ്ട്. കൺമണി വന്നിട്ട് വാതിൽ തുറക്കുമ്പോഴത്തേനും ക്രഷ് മുന്നിൽ നിൽക്കുന്നു കേട്ടോ. സർ എന്താ ഈ പാതിരാത്രിക്ക് ഇങ്ങോട്ട് വന്നത്? എനിക്ക് കൺമണിയെ പെട്ടെന്ന് കാണണമെന്ന് തോന്നി. ഞാൻ മഹിയോടായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് കൺമണിയെ ഒന്ന് കണ്ടാൽ പറ്റുള്ളൂ എന്ന രീതിയിൽ ഞാൻ വന്നത്. അപ്പോഴത്തേനും ഇപ്പോൾ കണ്ടല്ലോ കൺമണി എന്ന് പറയുന്നു. അങ്ങനെ കൺമണിയെ ചേർത്ത് പിടിക്കാൻ നിൽക്കുമ്പോഴത്തേനും കൺമണിക്ക് ഒരു തലചുറ്റൽ പോലെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്ത് പറ്റി കൺമണി, എന്താ ഇങ്ങനെ പനിയുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് വയ്യ സർ, എനിക്ക് തീരെ വയ്യ എന്ന് പറയുന്നു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാടാ എന്ന് പറയുന്നു. ശരി എന്ന് പറഞ്ഞിട്ട് കൺമണി പൊക്കിക്കൊണ്ട് പോകാട്ടോ ചെയ്യുന്നത്. എങ്ങനെ എടുത്തും കൊണ്ട് ക്രഷ് ഹോസ്പിറ്റലിലേക്കായിട്ട് പോകുന്നു കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം തന്നെ അവിടെ നിന്ന് സിസ്റ്റർ ഇഞ്ചക്ഷനൊക്കെ വെക്കാനായിട്ട് നോക്കുന്നു കേട്ടോ. അപ്പോഴത്തേനും ഭർത്താവിനാണല്ലോ ടെൻഷൻ, മോൾക്കില്ലല്ലോ എന്നൊക്കെ പറയുന്നു കേട്ടോ നേഴ്സ്. അതിനുശേഷം തന്നെ ഇഞ്ചക്ഷൻ എടുക്കാനാണ്, ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇഞ്ചക്ഷൻ എടുക്കുന്നു കേട്ടോ. അങ്ങനെ കൃഷ്ണനെ ചേർത്ത് പിടിക്കാനായിട്ട് കൺമണി ശ്രമിക്കുന്നു കേട്ടോ പേടിച്ചിട്ട്. അതിനുശേഷം തന്നെ കൃഷ്ണനോടും അതുപോലെ കൺമണിയോടും പറയുന്നുണ്ട്, ഡോക്ടർ വരുന്നുണ്ട്, എന്നെന്തായാലും നിങ്ങളിവിടെ നേരത്തെ എത്തിച്ചത് നന്നായി, അല്ലെങ്കിൽ പനി ബ്രെയിനിൽ ബാധിച്ചേരണേ, പിന്നെ ആകെ പ്രശ്നമാവുമായിരുന്നു. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, കാരണം ഇന്നൊരു ദിവസം ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും പറയുന്നു. അത് ഇന്ന് അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കില്ല മാഡം, ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകണം എന്ന് പറയുന്നു കേട്ടോ. എന്നാൽ ഒരു കാര്യം ചെയ്യും, ഒരാഴ്ചക്കുള്ള മെഡിസിൻ തരാം, അഥവാ മാറിയിട്ടില്ലെങ്കിൽ വീണ്ടും വരണം കേട്ടോ എന്ന് പറയുന്നു. അതെന്തായാലും കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. കൃഷ്ണനോട് തീർച്ചയായും വന്നിരിക്കും എന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നേഴ്സിനോട് പറയുന്നുണ്ട്, ഡോക്ടർ ഞാൻ മെഡിസിൻ എഴുതിത്തരാം, ഒന്ന് നോക്കണേ എന്ന് പറയുന്നു. അതിനുശേഷം ഡോക്ടർ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ നേഴ്സ് പറയുന്നുണ്ട്, ഒരുപാട് സ്നേഹിക്കുന്ന ഭാര്യയും ഭർത്താവാണെന്നുള്ളത് മനസ്സിലായി, ഭാര്യയ്ക്ക് ഇങ്ങനെയൊക്കെ വന്നപ്പോൾ സഹിക്കാൻ സാധിക്കുന്നില്ല അല്ലേ? എന്തായാലും ഇരിക്കട്ടെ. പിന്നെ എന്താ
ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മോളുടെ പേരെന്താ ചോദിക്കുമ്പോൾ കൺമണിയാണെന്ന് പറയുന്നു. പിന്നെ ഭർത്താവല്ലേ, ഭർത്താവിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കൃഷ് കൺമണിയുടെ കഴുത്തിലെ താലി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഭർത്താവിൻ്റെ പേര് പറയൂ ചേട്ടാ എന്ന് പറഞ്ഞു. വീണ്ടും നേഴ്സ് ചോദിക്കുമ്പോൾ കൃഷ്സാഗറാണെന്ന് പറയുന്നു. അതിനുശേഷം തന്നെ ആ പേരും ഡീറ്റെയിൽസൊക്കെ എഴുതി കൊടുത്തിട്ട് ഇത് ഫാർമസിയിൽ കൊടുത്താൽ മതി, മരുന്ന് കിട്ടും എന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. കൃഷ്ണനും കൺമണിക്കും അപ്പോൾ ഒരു നല്ല സന്തോഷമൊക്കെ ആവുന്നുണ്ട്. ഞാനിപ്പോൾ വരാം, മരുന്ന് വാങ്ങിയിട്ട് വരാമെന്ന് പറയുന്നു. അപ്പോൾ നേഴ്സ് പറയുന്നുണ്ട് ഹസ്ബൻഡ് ഇപ്പോൾ വരും, നീ ഇവിടെ തന്നെ ഇരുന്നോ കേട്ടോ എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ കൃഷി പോകുന്നു കേട്ടോ. അതിന് കൺമണിയോട് നേഴ്സ് പറയുന്നുണ്ട് ഹസ്ബൻഡിന് നല്ല കെയറിങ്ങും കാര്യങ്ങളൊക്കെ ആണല്ലേ, മനസ്സിലായി, ഇങ്ങനെ ഒരു ഹസ്ബൻഡിനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം, കുട്ടിക്ക് നല്ല ഭാഗ്യമുണ്ടെന്നൊക്കെ കൃഷിനെ കുറിച്ച് കൺമണിയോട് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ വരുൺ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കൃഷി തന്നെ കൊല്ലാൻ വരുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം ആ ഹോസ്പിറ്റൽ മൊത്തം അരിച്ചു പെറുക്കുകയാണ് കേട്ടോ. ആ സമയത്ത് തന്നെയാണ് അച്ഛൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് അച്ഛ ഒന്ന് എഴുന്നേക്ക് എന്ന് പറയുന്നു. അപ്പോഴത്തേനും എന്തിനാണ് നീ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ കൃഷി എന്നെ കൊല്ലാൻ വന്നു അച്ഛ എന്ന് പറയുന്നുണ്ട്. ഏത് കൃഷി, എവിടെ, നീ ഹോസ്പിറ്റലാണ്, അഡ്മിറ്റാണ്, നീ എന്താ മനസ്സിലാക്കാത്തേ, നീ വന്ന് കിടന്നേ എന്ന് പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലായി, അവനെ ഞാൻ കണ്ടേ, അവനെന്നെ കൊല്ലാനായിട്ട് വരുന്നുണ്ട്, അച്ഛനൊന്ന് വന്നേ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് അച്ഛനെ പിടിച്ചുകൊണ്ട് പോകാട്ടോ. അച്ഛനാണെങ്കിൽ സമ്മതിക്കുന്നൊന്നുമില്ല. അതിനുശേഷം തന്നെ കൺമണിയാണെങ്കിലോ സമയം വഴുകുന്നതനുസരിച്ച് വീട്ടിലും പ്രശ്നമാണല്ലോ. അങ്ങനെ കൃഷി വരുന്നില്ല, എന്താ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ, ഹസ്ബൻഡ് വരുന്നുണ്ടോ എന്ന് നോക്കുകയാണ്, ടെൻഷനായോ എന്ന് ചോദിക്കുന്നു കേട്ടോ നഴ്സ്. അപ്പോഴത്തേനും ഇതാ ഭർത്താവ് എത്തിയല്ലോ എന്ന് പറയുന്നു. അങ്ങനെ മെഡിസിൻ സിസ്റ്റർക്ക് കൊടുക്കുന്നു കേട്ടോ. എന്തായാലും ഭാര്യ കാണാതിരുന്നപ്പോൾ ഭാര്യയ്ക്ക് എന്തൊരു ടെൻഷനായെന്നല്ലോ എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ അങ്ങോട്ട് മാറുന്നു. ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ലക്ഷ്യം തന്നെ കൺമണിയെ ചേർത്ത് വീണ്ടും പിടിക്കുക കേട്ടോ ചെയ്യുന്നത് കൃഷി. അങ്ങനെ ഒരുപാട് സ്നേഹത്തോടു കൂടി ഇരിക്കുകയാണ് ചെയ്യുന്നത്. സാറുണ്ടായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ പിന്നെ ആകെ പ്രശ്നമായിരുന്നേനെ, എന്താ ഈ ജീവിതം മുഴുവൻ സാറിനോട് നന്ദി പറഞ്ഞാലോ, കടപ്പാടുണ്ട് എനിക്കെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് നിൻ്റെ ജീവിതം മാത്രം മതി കൺമണി എന്നൊക്കെ കൃഷ്ണൻ പറയുന്നുണ്ട്. എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്, അതുകൊണ്ടല്ലേ നിനക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ അവിടെ എത്തും കൺമണി, എനിക്ക് നിന്നെ ഒറ്റയ്ക്കാക്കി വിടാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ വീണ്ടും അച്ഛനെ വലിച്ചഴിച്ചുകൊണ്ട് വരുവണ് പോകുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ റൂമിൻ്റെ പുറത്തൊക്കെ ഇരുന്നിട്ട് അങ്ങനെ ഇവിടെ ഉണ്ട് കൃഷിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭ്രാന്തനെ പോലെ നടക്കുന്നുണ്ട്. അച്ഛനാണെങ്കിൽ നീ ഇങ്ങോട്ട് വന്നേ, അവിടെ ആരും ഇല്ല എന്നൊക്കെ പറയുന്നു കേട്ടോ. അങ്ങനെ വലിച്ചഴിച്ചു എൻ്റെ അച്ഛ എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്ന വാരോട്. അങ്ങനെ തന്നെ കൃഷിയും കൺമണിയും കൂടി ഡിസ്ചാർജ് ആയിട്ട് പുറത്തേക്ക് പോകുന്ന സമയത്ത് തന്നെ ഇവർ ഈ വരുണിനെ വലിച്ചഴിച്ചുകൊണ്ട് ഉള്ളിലേക്ക് പോകുന്നത് കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരെ കണ്ടോടുകൂടി കൃഷിയും കൺമണി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് കാറിനടുത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുക കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ കൃഷി ചോദിക്കുന്നുണ്ട് നിനക്ക് എവിടെ നിന്നാണോ ഈ ഇങ്ങനത്തെ ഒരാളെ കല്യാണം കഴിക്കാൻ കിട്ടിയെന്ന് പറയുന്നു. എന്ത് ചെയ്യാനാ സർ, തലവിധി അങ്ങനെ തന്നെ ആയിരിക്കും, അങ്ങനത്തെ ഒരാളെ വിവാഹം കഴിക്കണമെന്നായിരിക്കും, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ കൺമണി പറയുന്നുണ്ട്. ഒരു കണക്കിന് ശരിയാണ്, എനിക്കും തന്നെ ആ അവസ്ഥയല്ലേ, മാനസയെ പോലെ ഇഷ്ടമില്ലാത്ത ഒരാളെ വിവാഹ നിശ്ചയം കഴിക്കേണ്ടി വന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷേ ഇനിയാണ് ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ജീവിക്കാനായിട്ട് പോകുന്നത് നമ്മൾ രണ്ടുപേരും എന്നൊക്കെ കൃഷും കൺമണിയും കൂടി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി സന്തോഷിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണെന്നൊക്കെ പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ കൺമണി പറയുന്നുണ്ട് സാർ എനിക്കൊരു കാര്യം സാറിനോടായിട്ട് പറയണം എന്നും പറയുന്നുണ്ട്. എന്താ കൺമണി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നോട് പറയുമെന്ന് പറയുന്നു. എനിക്ക് ഒന്നുമില്ല സാർ എന്ന് പറയുന്നു. പറയടോ എന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് നല്ല വിശക്കുന്നുണ്ട് സാർ എന്ന് പറയുന്നു. എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ മേടിച്ച് തരൂ എന്ന് ചോദിക്കുമ്പോഴത്തേനും അതാണോ കാര്യം, വാടോ കാറിലേക്ക് കയറുമെന്ന് പറയുന്നു. അങ്ങനെ കാറിൽ കയറിയിട്ട് അങ്ങനെ ഒരു തട്ടുകടയിൽ കൊണ്ടുപോയി ഇരുത്തുന്നുണ്ട് കേട്ടോ കൺമണിയെ. കാരണം ഇന്ന് വിശക്കുന്നുണ്ടല്ലേ, പനിയൊക്കെ വിട്ടാൽ നല്ല വിശപ്പുണ്ടാവും, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കഴിക്കാൻ നമുക്കെന്ന് പറയുന്നത് ചായയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു. എനിക്ക് സാറിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്നും കൺമണി പറയുന്നുണ്ട്. എനിക്ക് കൺമണിയോട് പറയാനുണ്ട് കുറച്ച് കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേനും സാറ് പറഞ്ഞോളൂ എന്ന് പറയുന്നു. ഇല്ല ലേഡീസ് ഫസ്റ്റ് എന്നാണല്ലോ, കൺമണി തന്നെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ എന്തോ പറയാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അവർ രണ്ടുപേരും ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇത്രയും കാണും എപ്പിസോഡിൻ്റെ വിശേഷം കഴിയുന്നത്.